കേരളത്തിൽ പത്തനംതിട്ടയിൽ ആറന്മുളയിൽ പമ്പ നദീതീരത്ത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, കൃഷ്ണന്റെ ക്ഷേത്രം, പഞ്ചപാണ്ഡവരുമായി ബന്ധമുള്ള ക്ഷേത്രം. ഈ അയ്യപ്പൻ്റെ ഘോഷയാത്ര പന്തളത്ത് നിന്ന് തുടങ്ങി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന തണ്ട അങ്കിയുമായി ശബരിമലയിലേക്ക് ഘോഷയാത്ര തുടരുന്നു. ആറന്മുള 3 കാര്യത്തിൽ പ്രശസ്തം. ഓണനാളിൽ രോഹിണി വള്ളസദ്യ, ഉത്രാട്ടം നാളിൽ വള്ളംകളി, ആറന്മുള കണ്ണാടി. നമ്മൾ മലയാളികൾ എല്ലാവരും പോയി കാണേണ്ട ഒരു അമ്പലം, പുരാതന അമ്പലം, കേരള മാതൃകയിൽ പണിതിട്ടുള്ള അമ്പലമാണ്. നമ്മളുടെ പൂർവികർ പണിത ഈ അമ്പലം കാണുവാനുള്ള അവകാശം നമുക്കുണ്ട്. അത് ഇന്നത്തെ കാലത്ത് ആരും നിരസിക്കുന്നില്ല. കോവിലിൻ്റെ അകത്ത് കയറിയില്ലെങ്കിലും അമ്പല മുറ്റത്ത്, അതും വിശാലമായ മുറ്റം, നമുക്ക് കാണാൻ വളരെ ആകർഷണമാണ്. അതിനു പുറമെ നമുക്കും ഭക്തി വന്നു പോവും ഈ അമ്പലത്തിൽ കയറിയാൽ. പമ്പ നദിയും അതിപ്രശസ്തമാണല്ലോ. ആ നദിയുടെ മുമ്പിലാണ് ഈ അമ്പലം. അത് നമ്മൾ മറക്കരുത്. പക്ഷെ നമ്മൾ വളരെ പരിശുദ്ധിയോടുകൂടി തന്നെ അമ്പലങ്ങളിൽ കയറുമ്പോൾ, പള്ളികളിൽ കയറുമ്പോൾ ആ പരിശുദ്ധി സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിലും ശരീരത്തിലും. അവർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും അനുസരിക്കുകയും വേണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലിയമഫ്. ഇതൊരു യാചനയാണ്. നമസ്കാരം.